ഗൂഗിൾ മാപ്പിൽ അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലേക്ക് ഗൂഗിൾ ആഡ്സ് റൺ ചെയ്ത് ഇതേപോലെ നമ്മൾ ആരെങ്കിലും നിങ്ങളുടെ സെർച്ച് ടൈം അടിക്കുമ്പോൾ നിങ്ങളുടെ സർവീസിനെ പറ്റി അടിക്കുമ്പോൾ സ്പോൺസേർഡ് എന്ന നിലയിൽ ഒരു ആഡ് വന്ന് ബാക്കിയുള്ള താഴെയുള്ള എല്ലാ ആൾക്കാരുടെ മേളിൽ നിങ്ങൾ കയറി വന്ന് നിങ്ങളുടെ ആഡ് കാണിച്ച് നിങ്ങളുടെ ഓഫർ കാണിക്കുക, നിങ്ങളുടെ വെബ്സൈറ്റ് കാണിക്കുക, നിങ്ങളുടെ പേരും കാര്യങ്ങളും റേറ്റിംഗ്സും കാര്യങ്ങളും കാണിച്ച് ആൾക്കാർ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡയറക്ഷൻസിലേക്ക് വരിക, നിങ്ങളെ വിളിക്കാനൊക്കെ ചെയ്യുന്ന ഒരു ആഡിനെ പറയുന്ന പേരാണ് ഗൂഗിൾ മാപ്പ് ആഡ് അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ആഡ്. സോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ദിസ് ഈസ് ഡാൻ ഫ്രം ഡിജിഡാൻ. സ്റ്റേ ട്യൂൺ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ നിന്നും നിങ്ങളുടെ സർവീസ് എടുത്തിട്ട് അതിന്റെ ലിങ്ക് എടുക്കുക. ഓക്കെ, സപ്പോസ് ഇതാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഷെയർ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ലിങ്ക് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക് കോപ്പി ചെയ്യാം. പക്ഷേ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് തോന്നിയിരിക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു പ്ലഗിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് GMB എവിവെയർ എന്ന് പറയുന്ന ഒരു ആപ്പാണ്, ഒരു ഒരു സംഭവമാണ്. എല്ലാ റിസർച്ചും കാര്യങ്ങളും ഇതിന്റെ വെബ്സൈറ്റ്, ഫോൺ നമ്പർ, ബിസിനസ് അവേഴ്സ്, ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക്, എക്സ്റ്റേണൽ മാപ്പ് എല്ലാം. ഇപ്പോൾ അവര് ഫേസ്ബുക്കിൽ എന്താ ആഡ് റൺ ചെയ്യുന്നത്, ഗൂഗിൾ ആഡ്സിൽ എന്താ ആഡ് റൺ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ കണ്ടോ GMB ലിങ്ക് വിത്ത് CID എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ലിങ്കിനെ നിങ്ങൾ കോപ്പി ചെയ്യുക. ഇത് യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ ഗൂഗിൾ ആഡ്സിൽ. എന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുക. ഓക്കെ, ഇവിടെ ന്യൂ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ലോക്കൽ സർവീസ് വിസിറ്റ്സ് ആൻഡ് പ്രൊമോഷൻസ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എൻ്റെ അർത്ഥം ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ, ലോക്കൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ അല്ല, അതായത് നിങ്ങളുടെ പരിസരത്ത് ഒരു 10 കിലോമീറ്റേഴ്സ് 20 കിലോമീറ്റേഴ്സ് റേഞ്ചിലുള്ള ആൾക്കാരുടെ ആണല്ലോ നിങ്ങളുടെ മെയിൻ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവർ സ്റ്റോറിലേക്ക് വിസിറ്റ് ചെയ്യാനും നിങ്ങളെ വിളിക്കാനും ഗൂഗിൾ മാപ്പിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു ഗൂഗിൾ മാപ്പിലൊക്കെ ഡയറക്റ്റ് ആഡ് റൺ ചെയ്യാനൊക്കെ. പക്ഷെ ഇപ്പോൾ PMax എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിന്റെ ബാക്കിൽ നിന്നും നിങ്ങൾക്ക് പ്രൊമോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോകാനാണ്. പക്ഷെ ആ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കൺട്രോൾ ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടാണ് PMax എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഇനി എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യാം. നല്ലൊരു പേര് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ സലോൺ GMAP ആഡ്. ഓക്കെ, മെർച്ചന്റ് സെന്റർ എന്ന് പറഞ്ഞ ഷോപ്പിംഗ്, അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുണ്ട് വേർ ഷുഡ് പീപ്പിൾ ഗോ ആഫ്റ്റർ ക്ലിക്കിംഗ് യുവർ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, അതാണ് നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്തിട്ട് നേരെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വിച്ച് സ്റ്റോർ ലൊക്കേഷൻ ഷുഡ് യുവർ ആഡ്സ് പ്രൊമോട്ട്? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 2-3 ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടും ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ യുവർ ബിസിനസ് ലൊക്കേഷൻ എന്ന രീതിയിൽ മാത്രം കൊടുക്കാം. ഓക്കെ, പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്തെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് വേണ്ട ആവശ്യമില്ല. പക്ഷെ വേർ ഷുഡ് പീപ്പിൾ അത് വീണ്ടും ചോദിക്കുവാണ്. ഓക്കെ, ഇവിടെ പോകുന്നു. നമ്മൾ ആഡ് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കാണ് ആള് പോകേണ്ടത്? ആള് ഈ ഗൂഗിൾ മാപ്പിലേക്കാണ് പോകേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓൾസോ നമ്മൾ കോണ്ടാക്ട് ചെയ്യണവർ പിന്നെ ഡയറക്ഷൻ റിക്വസ്റ്റ് ചെയ്യണം. ഇതിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ വേണ്ടെന്ന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ സാധാരണ ലീഡ് ജനറേഷൻ ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ആയിരിക്കും. നിങ്ങൾ വിളിക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരെയാണ് ഫോക്കസ് ആണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യാം. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ഗൂഗിൾ മാപ്പ് കണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളൊരു അതാണ് സാധാരണ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സാധാരണ അതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിലേക്ക് ഗൂഗിൾ മാപ്പിലേക്ക് നിങ്ങൾ ലിങ്ക് ചെയ്യണം. മനസ്സിലായോ? അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഇമെയിൽ ഐഡിയിൽ നിന്നാണോ ഗൂഗിൾ മാപ്പ് നിങ്ങൾ ബിസിനസ് പ്രൊഫൈൽ ഉള്ളത് ആ ഇമെയിൽ ഇവിടെ കൊടുക്കുക. എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു ആളുടെ ബിസിനസ് എന്താ പറയാ പ്രൊഫൈലാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ഇമെയിൽ കൊടുക്കുക. അപ്പൊ അയാൾക്ക് ഒരു ലിങ്ക് പോകും, ഒരു ഇമെയിൽ പോകും. എന്നിട്ട് ആ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിന്റെ ഉടമസ്ഥൻ ആ ഇമെയിൽ നിന്നും
നിങ്ങൾക്ക് ഒരു അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഗൂഗിൾ ആഡ്സും ഗൂഗിൾ മാപ്പായിട്ട് ലിങ്ക് ആവുകയുള്ളൂ. അങ്ങനെ ലിങ്ക് ആയാൽ മാത്രമാണ് കറക്റ്റ് ആൾക്കാരിലേക്ക് ഇവനിത് എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ മാപ്പിൽ വന്നിട്ട് നിങ്ങളുടെ സലോണിന്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ അത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ആഡിലേക്കായിരിക്കും, ഈ ഒരു ലിങ്കിലേക്കായിരിക്കും അത് പോകുന്നത്. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി ഇവിടെ ബിഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബിഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗൂഗിളിൽ നിങ്ങൾ കാശ് കൊടുക്കാൻ പോണെന്ന് അർത്ഥമാണ്. ഓക്കെ. അപ്പം കൺവേർഷൻസ് ഉണ്ട്, കൺവേർഷൻ വാല്യൂ ഉണ്ട്. നിങ്ങൾ നോർമൽ സെർച്ച് ക്യാമ്പയിൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ക്ലിക്സ്, ROS അങ്ങനെ കുറെ സാധനങ്ങൾ വരും. ഓക്കെ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻസും കൺവേർഷൻ വാല്യൂ ആണ്. കൺവേർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഒരാൾ ഡയറക്ഷൻസ് കണ്ടു. ഓക്കെ. ആ ഡയറക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, അതൊരു കൺവേർഷൻ ആയിട്ട് എടുക്കുക. ഗൂഗിൾ മാപ്പ് കണ്ടു ഒരാൾ, അതായിട്ട് എടുക്കാം. നിങ്ങളെ വിളിച്ചു, എടുക്കാം. കൺവേർഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് പ്രോഡക്റ്റ് അറ്റാച്ച് ആണെങ്കിൽ മാത്രമേ അത് മതി. അത് നിങ്ങൾക്ക് സാധാരണഗതിയിൽ വരാറില്ല. അപ്പോൾ കൺവേർഷൻസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങളിത് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ടാർഗറ്റ് കോസ്റ്റ് പെർ ആക്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോസ്റ്റ് പെർ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു കോളിന് അല്ലെങ്കിൽ ഒരാൾ ഒരു ഗൂഗിൾ മാപ്പിൽ കണ്ടതിന് നിങ്ങൾ എത്ര രൂപ വരെ ഗൂഗിളിന് കൊടുക്കാൻ റെഡിയാണ് എന്ന് എഴുതുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ സാധാരണ ഗതിയിൽ ആൾക്കാർ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോൾ അത് സർ 100 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ, ഈ 20 രൂപ അത്രയൊക്കെ കൊടുത്ത് അത്രയൊക്കെ മതി നിനക്ക് എന്ന് വിചാരിച്ച് ഒരു എമൗണ്ട് എഴുതും. മനസ്സിലായോ? അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സ് ഓടത്തില്ല. ഇവര് മണ്ടനല്ലല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പോ ഇത് ഇപ്പോഴല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഒന്ന് ഓടി ഒന്ന് സെറ്റൊക്കെ ആയി വരുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഗൂഗിളിനോട് അങ്ങോട്ട് പറയും, ഗൂഗിളെ നീ ഇത്ര നാൾ 100 രൂപക്കാണ് കോൾ കൊണ്ടിരുന്നത്, 100 രൂപക്കാണ് ഗൂഗിൾ മാപ്പ് കൊണ്ടിരുന്നത്, ഇനി എനിക്ക് ഒരു 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 80 രൂപ ഒക്കെ ചെയ്ത് തരണം, അല്ലെങ്കിൽ 90 രൂപ ഒക്കെ ചെയ്ത് തരണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമയത്ത് കുറച്ച് ആൾ ഓടിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുവരെ തൊടാതിരിക്കുക. തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർ ഡയറക്ഷനിലേക്കായിരിക്കത്തില്ല ഇവൻ പോകുന്നത്. പ്രോപ്പർ ഡയറക്ഷൻ ഉദ്ദേശിച്ചത് മര്യാദക്ക് ഓടത്തില്ലെന്നാണ് അർത്ഥം. ഓക്കെ. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കണ്ട. പിന്നെ നെക്സ്റ്റ് അടിക്കുക. ലാംഗ്വേജ് എപ്പോഴും ഓൾ ലാംഗ്വേജസ് കൊടുക്കുക. നമുക്ക് ആരെയും അറിയില്ലല്ലോ ആരൊക്കെയാ വരുന്നതെന്ന്. ഓക്കെ, ഒരു കൺഫേം ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. അടുത്തത് ഇതിൽ നോ കൊടുക്കുക. ഓക്കെ. ഐ ഡോണ്ട് പ്ലാൻ ടു യൂസ് ദിസ് അക്കൗണ്ട് ഓൺ റൺ യുവർ പൊളിറ്റിക്കൽ ആഡ്സ്. അതൊരു ചെക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെപ്പോഴും നോ കൊടുത്താൽ മതി. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ സെർച്ച് ആഡിൽ ചെയ്യണ മാതിരിയല്ല, ഇവിടെ അസറ്റ് ഗ്രൂപ്പ്സ് ആണ് ഉണ്ടാക്കുന്നത്. അസറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിന് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുകയാണ്, കുറച്ച് അസറ്റ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ അസറ്റ് ഒക്കെ എന്തൊക്കെയാണ്? കാറ്, വീട്, വല്ല പ്രോപ്പർട്ടീസ്, അതാണ് അസറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗൂഗിളിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുവാണ്. ഈ അസറ്റ്സ് ഒക്കെ ഇതൊക്കെ എൻഡ് ചെയ്യണം. ഇത് നിനക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിച്ചോ, കറക്റ്റ് ആൾക്കാരെ എന്റെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പം ആദ്യം തന്നെ നമ്മളുടെ ബിസിനസിന്റെ പേര് കൊടുക്കൂ. ഞാനിവിടെ ഓക്കെ, നമ്മുടെ ബിസിനസിന്റെ പേര് എന്തായിരുന്നു? എക്സോട്ടിക് സിഗ്നേച്ചർ. ഓക്കെ. അപ്പൊ എക്സോട്ടിക് സിഗ്നേച്ചർ എന്ന് പറയുന്ന ബിസിനസ് പേര് കൊടുക്കുന്നു. ഓക്കെ. നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ ബിസിനസ് എന്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണമല്ലോ, അഡ്വർടൈസ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവണമല്ലോ. അഡ്വർടൈസ് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ എടുത്ത് നോക്കുക, അതിന്റെ ആ ഒരു വീഡിയോയിൽ പോയി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ലോഗോസ് കൊടുക്കുക എന്നാണ്. ഓക്കെ. ഇപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം എന്റെ ലോഗോ ഒക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ സേവ് കൊടുക്കുന്നു. ഓക്കെ. നിങ്ങൾക്ക് 5 ലോഗോ വരെ കൊടുക്കാം. പല ഡൈമെൻഷനിലും ഒക്കെ അല്ലെങ്കിൽ പല രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കൊടുത്തോളൂ. ഞാനൊരു എക്സാമ്പിളിന് ഇവിടെ ഉള്ളതൊക്കെ ജസ്റ്റ് കൊടുക്കുവാണ്. കണ്ടു, ഇങ്ങനെ പല ഡൈമെൻഷൻസിലൊക്കെ ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹെഡ്ലൈൻസ് ആണ്. അപ്പൊ ഹെഡ്ലൈൻസിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ അതായത് ഗൂഗിൾ സോറി, അതായത് സലോൺ നിയർ നിയർ യു. കുറെ ആൾക്കാർ സലോൺ നിയർ മീ എന്നടിക്കും, ഡെന്റൽ ക്ലിനിക് നിയർ മീ എന്നടിക്കും, ആയുർവേദ ക്ലിനിക് നിയർ മീ എന്നടിക്കും. അപ്പൊ നമ്മളുടെ ഹെഡ്ലൈൻ എങ്ങനെ ആയിരിക്കണം? സലോൺ നിയർ യു. മനസ്സിലായോ? ഇനി ചില ആൾക്കാര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ എന്തെങ്കിലും ഡെന്റൽ ക്ലിനിക്സ് ഉണ്ടോ എന്ന് ചില ആൾക്കാർ ചോദിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ട് പ്രൈവറ്റ് എന്താ പറയാ, ക്ലിനിക്, അല്ലെങ്കിൽ ഈ കേസ് ആണെങ്കിൽ സലോൺ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്.
അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും നിയർ ബൈ ഉള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഹെഡ്ലൈൻസ് നിങ്ങൾ ഒരു ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് നോക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എക്സാക്ട്ലി എന്ത് ടൈപ്പ് ഓഫ് ലൊക്കേഷൻസ് വേണം, ആ ഹെഡ്ലൈൻസ് വേണമെന്ന് അറിയണമെങ്കിൽ താഴെ ലിങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഞാൻ പറഞ്ഞു തരാം. അതേപോലെ ബാക്കിയുള്ള രീതിയിലുള്ള ഹെഡ്ലൈൻസ്. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ ആഡ് റൺ ചെയ്യുന്ന വീഡിയോന്റെ പാർട്ട് 1 എത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പാർട്ട് 2ലേക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് പോകാം. പക്ഷേ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം പഠിക്കാം. അതിന് എൻ്റെ 25K കോ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്കുണ്ട്. നിങ്ങളുടെ ഒപ്പം കൈപിടിച്ച് സഹായിച്ചായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം. ഓക്കെ, 1 ഹവറിന് 2000 റുപ്പീസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ നമ്മൾ ചാർജ് എന്താ പറയാ, ഒരു മന്ത്ലി ചാർജിൽ ഫുൾ സർവീസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ പാർട്ട് 2 നമ്മൾ കാണാം. ദിസ് ഇസ് ഡിജിറ്റാൻ. സ്റ്റേ ട്യൂൺ.